നമ്മുടെ കുടുംബജീവിതത്തെ അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിനായി നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. കൃപ നിറഞ്ഞവരായിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ നയിക്കാം. ഏത് സാഹചര്യങ്ങളെയും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നേരിടാം. ഈശോ അന്ത്യ അത്താഴവേളയിൽ അപ്പസ്തോലന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ ഇതാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളും ഇവയേക്കാൾ വലിയവയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഈശോ ഇത് പറയുമ്പോൾ ഈശോ മനസ്സിലാക്കുന്നത്, ഈശോ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്ന് നമ്മളെ സഹായിക്കുന്നതിന് മറ്റൊരു സഹായകനെ അയക്കും എന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പിതാവ് നിന്നും നമുക്ക് ലഭിക്കേണ്ട അവകാശമായ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. 14-ാം അധ്യായം 12-ാമത്തെ വചനമാണിത്. സത്യം സത്യമായി, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നവരാണ്. യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു ചെയ്ത പ്രവൃത്തികൾ ചെയ്യും എന്നാ പറയുന്നത്. അതിനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി. വലിയ ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി. ആ ശക്തി നമ്മളെ വിശുദ്ധീകരിക്കുക മാത്രമല്ല, നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യും. ആ ശക്തി നമ്മളിൽ തുടിച്ചുയരുമ്പോൾ നമ്മുടെ ജീവിതം മറ്റൊരു ജീവിതമായിട്ട് മാറും. അടിസ്ഥാനപരമായ ഒരു രൂപാന്തരീകരണം നമ്മളിൽ സംഭവിക്കും. എ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയിൽ ഒരു കുഷ്ഠരോഗിയെ യേശു സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. വെറും ഒരു രോഗശാന്തിയായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്. എ ടോട്ടൽ ചേഞ്ച്, എ റാഡിക്കൽ ചേഞ്ച്, പൂർണ്ണമായ ഒരു രൂപാന്തരീകരണം. ഒന്ന് ഭാവനയിൽ കാണുക. ഒരു കുഷ്ഠരോഗി, ചീഞ്ഞളിഞ്ഞ മുഖം, ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുമായിട്ട്. വാസ്തവത്തിൽ നമ്മൾ കേട്ടു, ഒരു കുഷ്ഠരോഗി അങ്ങനെ പരസ്യമായിട്ട് യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണ്. സമൂഹം തിരസ്കരിക്കുന്ന, സമൂഹം വെറുക്കുന്ന, എല്ലാവരാലും നികൃഷ്ടമാക്കപ്പെടുന്ന ആ ഒരു വ്യക്തി ഇതാ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വന്നുകൊണ്ട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. ഉടനെ യേശു കുഷ്ഠരോഗിയെ തൊട്ടു. യേശുവിൽ നിന്നും ശക്തി കുഷ്ഠരോഗിയിലേക്ക് നിർഗളിച്ചു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? തൽക്ഷണം, the very moment, തൽക്ഷണം കുഷ്ഠം മാറി. ഇത് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് മനസ്സിലാകും. The very moment his leprosy disappeared. ഇങ്ങനെ ഈ ഒരു സംഭവത്തെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ഒന്ന് ഭാവനയിൽ കാണുക. ഈ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഈ വ്രണങ്ങളെല്ലാം പെട്ടെന്ന് രൂപാന്തരപ്പെട്ടു, ഇല്ലേ? എ ചേഞ്ച്, എ റാഡിക്കൽ ചേഞ്ച്. റാഡിക്കൽ ചേഞ്ച് എന്നുള്ള വാക്കിനെ മനസ്സിലാക്കാൻ, റാഡിക്കൽ എന്ന് പറയുന്ന വാക്ക് റാഡിഷ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. റൂട്ട്, മനസ്സിലായ? മൂലം മാറുന്നു, വേരോടെ പിഴുതു മാറ്റുന്ന ഒരു അനുഭവം. അവനിൽ ഉള്ള ആ കുഷ്ഠം പൂർണ്ണമായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു റാഡിക്കൽ ചേഞ്ച് ആണ് ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനത്തിലൂടെയും
പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എൻ്റെ ജീവിതം എന്നെ പരിചയമുള്ളവർ 10-15 വർഷം മുമ്പ് എന്നെ അറിയുന്നവർക്ക് മനസ്സിലാകും എ റാഡിക്കൽ ചേഞ്ച്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തുകാരുടെ സമൂഹമായിരുന്നു, പക്ഷെ മലയാളികൾ അതിനകത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ എൻ്റെ കൂടെ 25 വർഷം മുമ്പ് എൻജിനീയറായി ജോലി ചെയ്ത ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ ഇന്ന് സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യുക. അയാൾക്ക് എന്നെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ബാറിലൊക്കെ കൂടിയിരുന്ന് ഒരുമിച്ച് വാട്ടീസ് അടിച്ചിരുന്ന ആളുകളാ. ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ തിരിച്ചൊക്കെ വാട്ടീസ് അടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നെ കണ്ടിട്ട് പുള്ളി പറയാണ്, ഐ കനോട്ട് ബിലീവ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ ഇന്ന് ഇതുപോലെ ഈ വചനം പ്രഘോഷിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും പ്രാർത്ഥനയും രോഗശാന്തിയും വെളുപ്പിന് 4 മണിക്ക് മുതൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥന, എന്താ നിനക്ക് പറ്റിയ? അപ്പോൾ വാട്ട് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ എ റാഡിക്കൽ ചേഞ്ച്, എ ടോട്ടൽ ചേഞ്ച്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ചെറിയ കാര്യമൊന്നുമല്ല ചോദിക്കേണ്ടത്. ചെറിയ കാര്യമൊന്നുമല്ല ചോദിക്കേണ്ടത്. എന്താ ചോദിക്കേണ്ടത്? ഒരു അടിസ്ഥാനപരമായ രൂപാന്തരീകരണം ചോദിക്കണം. കർത്താവ് എന്നെ ഒന്ന് തൊട്ടാ മതി, പരിശുദ്ധാത്മാവേ എന്നെ നീ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. എ റാഡിക്കൽ ചേഞ്ച്. ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇപ്പോൾ പഴയ ആദ്യം പറഞ്ഞ കഥ ഓർക്കണ്ടോ? എന്താണ് ആദ്യം പറഞ്ഞ കഥ? മറന്നിട്ടില്ല. ആനയും പാപ്പാനും, അല്ല ആനയും മുതലാളിയും. ആന തിരിഞ്ഞാൽ കാര്യം മാറോ? ആര് തിരിയണം? നമ്മൾ തന്നെ തിരിയണം. ദാറ്റ് മീൻസ് എ റാഡിക്കൽ ചേഞ്ച്. ഞാൻ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ഞാൻ എണീക്കണം, ഞാൻ തിരിയണം. ടോട്ടൽ ചേഞ്ച്. ഇത് നമ്മൾ സ്വതവേന നമുക്കുള്ള വാസന, നമ്മൾ ഭർത്താവ് ഭാര്യനെ നന്നാക്കാൻ ശ്രമിക്കും, ഭാര്യ ഭർത്താവിനെ നന്നാക്കാൻ ശ്രമിക്കും. അതല്ല വേണ്ടത്. ഭർത്താവിനെ തന്നെ നന്നാക്കണം, ഭാര്യ ഭാര്യയെ തന്നെ. ഇപ്പം അതാ ശ്രദ്ധിക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നിങ്ങളത് മാറ്റണം, നിങ്ങളൊന്ന് ശരിക്കും പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. അതല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളെ തന്നെ നോക്കുക. ഇപ്പോൾ ഭർത്താവ് ഭാര്യനെ ഈ കാര്യത്തിൽ സഹായിക്കേണ്ട, ഭർത്താവിനെ തന്നെ സഹായിക്കുക, ഭാര്യനെ തന്നെ. ഇപ്പോൾ നമ്മൾ സ്വന്തം കാര്യം നോക്കുക. നമ്മൾ വ്യക്തിപരമായിട്ട് എന്താണ് എന്നിലുള്ള കുറവ്, എന്നെ തന്നെ ശുദ്ധീകരിക്കുക. അപ്പോൾ എൻ്റെ സമൂഹം എല്ലാം മാറും. എൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റുക. അപ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് എനിക്ക് മാറ്റാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തും. ഇത് എൻ്റെ ജീവിതത്തിൽ വളരെ കൃത്യമാണ്. ഞാൻ എൻ്റെ മകനോ മകളോ ഭാര്യയോ ഞാൻ പറയുന്നത് അനുസരിക്കാതെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ എനിക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാകും? ഉടനെ എനിക്ക് എന്ത് മനസ്സിലാകും? എൻ്റെ വിശുദ്ധീകരണം പോരാ എന്ന് മനസ്സിലാകും. മനസ്സിലാവുന്നുണ്ടോ? വേറെ ഒന്നും എനിക്കില്ല. ഞാൻ അവനോട് പറഞ്ഞു 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് അവൻ കേട്ടില്ലെങ്കിൽ ശരി ഞാൻ കണ്ടോളാടാന്ന് പറയും. എന്താ കാണണേ? ഞാൻ പിറ്റേ ദിവസം രാവിലെ കൃത്യം 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് എന്നെ വിശുദ്ധീകരിക്കും. 2 ദിവസം കഴിയുമ്പോൾ അവൻ ശരിക്ക് പറയണത് അനുസരിക്കണ കാണാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആന ചിലം വിളിക്കണ മാതിരി ചിലം വിളിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് ഒഴുകുമ്പോൾ എവിടേക്ക് പോകും? അത് താനെ നമ്മുടെ കുടുംബത്തിലേക്ക് പോകും. വേറെ എവിടേക്കാ പോകാൻ? നമ്മുടെ മക്കളിലേക്കും നമ്മുടെ ഭാര്യയിലേക്കും നമ്മുടെ കുടുംബത്തിലേക്ക് പകരും. ഇത് എളുപ്പ വിദ്യ ഇതാണ് കേട്ടോ.
ഞാൻ എൻ്റെ ഭാര്യനെ നന്നാക്കാനോ മക്കളെ നന്നാക്കാനോ നടക്കുന്നതിലും എളുപ്പം ഞാൻ എന്നെ തന്നെ നന്നാക്കാൻ പരിശ്രമിച്ചാൽ മതി. ഞാൻ എന്നെ തന്നെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ, എന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, എന്നിലൂടെ ഈശോ പറഞ്ഞിട്ടുള്ളത് യു റിപ്പന്റ്, നീ പശ്ചാത്തപിക്കുക. ഞാൻ പശ്ചാത്തപിക്കുന്നു. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. റിപ്പന്റ്, എൻ്റെ കുറ്റം മാറ്റുക, എന്നിൽ രൂപാന്തരീകരണം ഉണ്ടാകുക. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അങ്ങനെ എന്നിൽ തന്നെ രൂപാന്തരീകരണം ഉണ്ടാകുമ്പോൾ എന്നിലൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകും. അല്ലെങ്കിൽ ഞാനായിരിക്കും എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകേണ്ട ദൈവകൃപയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന വ്യക്തി. അതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്. ആന തിരിഞ്ഞാൽ പോരാ, തമ്പുരാൻ തന്നെ, മുതലാളി തന്നെ തിരിയണം, നമ്മൾ തന്നെ തിരിയണം. ഇതിന് നമ്മൾ തയ്യാറാണോ? എല്ലാവരും ഒന്ന് ഹൃദയം തുറന്നും തയ്യാറാണോ? റാഡിക്കൽ ചേഞ്ച്. നാളെ മുതൽ നിങ്ങളുടെ കുടുംബം ഒരു പുതിയ ആകണമെങ്കിൽ ഇത് ഒരു വഴിയാണ്, എളുപ്പ വഴിയാണ്. നമ്മളിൽ ഒരു അടിസ്ഥാനപരമായ രൂപാന്തരീകരണം ഉണ്ടാകണം. എ ടോട്ടൽ ആൻഡ് റാഡിക്കൽ ചേഞ്ച്. ഈ വാക്ക് പല പ്രാവശ്യം ഞാൻ പറയണത് ശരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. രാത്രി എഴുന്നേറ്റാലും ഇതകത്ത് മുഴങ്ങണം. റാഡിക്കൽ ചേഞ്ച്. ഒരു കോംപ്രമൈസ് ഇതിനില്ല. ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, മനോഹരമായ ഗ്ലാസ്സാണ്. പക്ഷെ ഇതിനൊരു ദ്വാരമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കൃപ മുഴുവനും ചോർന്നു പോകും. അപ്പോൾ ദൈവം നമുക്ക് എന്തോരം കൃപ തന്നിട്ട് എന്താ പ്രയോജനം? നമ്മളിൽ ഒരു ദ്വാരമുണ്ടെങ്കിൽ ആ കൃപ മുഴുവൻ ഒഴുകിപ്പോകും. ഒരിക്കലും ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറയാണ്, ബ്രദർ ഇപ്പോഴല്ലേ മനസ്സിലായത്, ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണതാ, പക്ഷെ ഇപ്പോഴല്ലേ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് അവസാനിക്കണേക്ക് മുമ്പ് പുള്ളി പറയാണ്, ഞാൻ നേരെ ഓടും ഒരു പുകവലിക്കാൻ. പള്ളിയിലത്തെ കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം അങ്ങോട്ട് തരാൻ കാത്തിരിക്കുകയാണ്, പുറത്തേക്ക് ഓടും. എന്തിനാ? ഒന്ന് പുകവലിക്കാൻ. ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ടാങ്കിലേക്ക് ഒഴുകണ കൃപയെല്ലാം ആ ചോർത്തി കളയണത് ഞാൻ തന്നെയാണ്. മനസ്സിലായത്? നമ്മൾ കൃപ കിട്ടുന്നു, പക്ഷേ ഈ ടാങ്കിനൊരു ദ്വാരമുണ്ടെങ്കിൽ കൃപ ചോർന്നു പോകുന്നു. ഇനി ആ പരിപാടി നടക്കരുത്. ഇനി നമ്മളിൽ ഒഴുകുന്ന കൃപ നമ്മളിൽ നിൽക്കണം. അത് നമ്മളിൽ നിൽക്കണം, നമ്മുടെ ഹൃദയത്തിൽ തങ്ങണം. അത് നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലും തലമുറകളായിട്ട് ഒഴുകണം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും, ഇവയേക്കാൾ വലിയവയും ചെയ്യും. ഹോൾഡ് ഓൺ, ഇത് മനസ്സിലാക്കുക. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വലിയ കാര്യങ്ങൾ, നിങ്ങൾ ചെറിയവരല്ല, വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വലിയ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരിലൂടെയും ചെയ്യാൻ സാധിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഓരോരുത്തരിലൂടെയും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. അഗസ്തീനോസ് എന്തോ ഒരു ആഭാസകരമായ ജീവിതം നയിച്ചിരുന്നവനായിരുന്നു. അവിഹിത വേഴ്ചയും പെണ്ണുപിടിയും കള്ളുകുട്ടിയും ആയിട്ട് അതിലൊരു ജാരസന്തതി തന്നെ ഉണ്ടായിരുന്ന അഗസ്തീനോസിന് ഒരു ദിവസം പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടായി. അന്നു മുതൽ ജീവിതം മാറി. റാഡിക്കൽ ചേഞ്ച്. എന്ത് സംഭവിച്ചു? ആ വ്യക്തി സഭയുടെ വലിയ ഒരാളായി മാറി, ഒരു മൽപ്പാനായിട്ട് മാറി, വേദപാരംഗതനായിട്ട് മാറി. എത്ര പുസ്തകങ്ങളാണ്, എത്ര വലിയ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ആ മനുഷ്യൻ രചിച്ചത്. ഇന്ന് സഭയുടെ വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പഠിക്കുന്നത് അദ്ദേഹം എഴുതി വെച്ച പുസ്തകമാണ്. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ എന്ന് കരയാണ് അദ്ദേഹം, കരയുകയായിരുന്നു. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. അപ്പോൾ ദൈവത്തെ നമ്മൾ അറിഞ്ഞാൽ ദൈവം നമ്മളിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റമുണ്ടാകും.
ഈ അടിസ്ഥാനപരമായ മാറ്റത്തിന് നമ്മളെ വിട്ടുകൊടുക്കണം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ഭാവി ശുഭകരമാക്കുന്ന പദ്ധതിയാണ്. എന്നെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഷുവർ, ഇത് 100% വിക്ടറിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ 100% വിജയമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. 100% വിജയം. നമ്മൾ ഇന്നലെ വരെ എന്തെല്ലാം തരത്തിൽ ജീവിച്ചുവോ അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ ജീവിതം, അതിനുവേണ്ടി എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തണമോ വരുത്താൻ തയ്യാറാകണം. 18 വർഷം ബോംബെയിൽ ജീവിച്ച ഞാൻ, ഭാര്യയും ഞങ്ങളെല്ലാവരും ഒരു മധ്യവേനൽ അവധിക്ക് നാട്ടിൽ ധ്യാനം നടത്താൻ വേണ്ടി വന്നപ്പോൾ വത്സയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. മധ്യവേനൽ അവധി കഴിഞ്ഞ് ജൂൺ മാസം 13-ാം തീയതിയാണ് ബോംബെയിൽ സ്കൂൾ തുറക്കുന്നത്. 9-ാം തീയതി രാവിലെ ഇവർ ഇവിടുന്ന് ട്രെയിൻ കയറാൻ ബുക്ക് ചെയ്തിരിക്കണു. അപ്പോൾ 11-ാം തീയതി എത്തും. ഒരു ദിവസത്തെ വിശ്രമം കഴിഞ്ഞ് 13-ാം തീയതി പിള്ളേർ സ്കൂളിൽ പോകണം. 8-ാം തീയതി രാത്രി കർത്താവ് എന്നോട് പറയുകയാണ്, ഇവർ ബോംബെക്ക് പോകണ്ട, നിങ്ങളെല്ലാവരും ഇനി ബോംബെ വിട്ട് കേരളത്തിൽ താമസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയോട് പറയും? പക്ഷെ പറയാണ്ട് പറ്റില്ല, പറഞ്ഞു. രാത്രി മുഴുവനും വലിയ പ്രയാസമായിരുന്നു. വത്സ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു കാണും. കർത്താവ് വത്സയോട് പറഞ്ഞു കാണും. പിറ്റേ ദിവസം പോയില്ല ബോംബെക്ക്. പെട്ടിയെല്ലാം അടക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റാഡിക്കൽ ചേഞ്ച്. പിള്ളേരുടെ പഠിപ്പ്, വീട്, ഇതൊക്കെ പല പ്രശ്നങ്ങളാണ്. പക്ഷെ ദൈവം നമ്മളോട് ഒരു ചേഞ്ച് ആവശ്യപ്പെടുമ്പോൾ അതിന് നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ബാക്കി ദൈവം തന്നെ നടത്തും. ദൈവം തന്നെ നടത്തും. അങ്ങനെ 18 വർഷമായിട്ട് താമസിച്ചിരുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ 24 മണിക്കൂറിനകത്ത് ചേഞ്ച്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകണമെങ്കിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടാകണം. വലിയ ഒരു വ്യത്യാസം, ഒരു റാഡിക്കൽ ചേഞ്ച്. ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പോയിരുന്ന പൗലോസ് ഇതാ ഉരുണ്ടു വീഴുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്പർശനമുണ്ടായപ്പോൾ ക്രിസ്ത്യാനിയെ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറന്റുമായിട്ട് ഡമാസ്കസിൽ പോയ പൗലോസ്, ശൗല് ഇപ്പോൾ അടിസ്ഥാനപരമായ മാറ്റം. ശൗൽ 3 ദിവസത്തിനുള്ളിൽ ഉയർത്തെഴുന്നേറ്റു. പഴയ ശൗൽ മരിച്ചു, പുതിയ പൗലോസായി മാറി. ഡമാസ്കസിലേക്ക് പോയി. എന്നാൽ ക്രിസ്ത്യാനിയെ അറസ്റ്റ് ചെയ്യാനല്ല അവിടെ ചെന്നത്, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കി. ക്രിസ്ത്യാനിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അറസ്റ്റ് വാറന്റുമായി പോയ പൗലോസ് 3 ദിവസത്തിനകം ക്രിസ്തുവിന്റെ പ്രഘോഷകനായി മാറി. ഇതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് അന്നും ഇന്നും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? 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 ഇല്ല. വെറും ഒരു വിജാതീയനായ കൊർണേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് തന്നെയല്ലേ ഇന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? വല്ല വ്യത്യാസമുണ്ടോ? ഈ വിജാതീയനായ കൊർണേലിയോസിൽ പരിശുദ്ധാത്മാവ് നിറയാമെങ്കിൽ സത്യക്രിസ്ത്യാനിയായ നമ്മളിൽ എന്തുകൊണ്ട് നിറയില്ല? നിറയോ ഇല്ലയോ? നിറയോ ഇല്ലയോ? നിറയും. വിശ്വസിക്കണം. അടിസ്ഥാനപരമായ വ്യത്യാസം. വിജാതീയനായ കൊർണേലിയോസ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളായ നമ്മൾ എവിടെ? നമ്മൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുകൂടാ? അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമ്പോൾ
നമ്മളിൽ പരിശുദ്ധാത്മാവ് കത്തിജ്വലിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും തീപ്പന്തങ്ങളായിട്ട് മാറുമ്പോൾ, സ്നേഹത്തിന്റെ തീജ്വാലകളായിട്ട് മാറുമ്പോൾ, ഓരോ കുടുംബങ്ങളും സ്നേഹത്തിൽ ജ്വലിക്കുന്നവരായിട്ട് മാറുമ്പോഴാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിതമാകുന്നത്. അതാണ് ദൈവരാജ്യം. ആ കുടുംബത്തെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയും, ഇതാ എന്തോ ഒരു സന്തോഷമാണ് ആ കുടുംബത്തിന്, എന്തോ ഒരു ആനന്ദമാണ് ആ കുടുംബത്തിൽ. എന്താ സംഭവിച്ചത്? ആ കുടുംബത്തിന് മറ്റു കുടുംബങ്ങൾക്ക് ഉപ്പാകാൻ പറ്റും, ആ കുടുംബത്തിന് മറ്റു കുടുംബങ്ങളിൽ പ്രസരിക്കാൻ പറ്റും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. നമുക്കുടനെ തന്നെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാം. ഈശോയെ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട്, നമുക്ക് ചെറിയതായ ഒരാഗ്രഹവുമില്ല, വലിയ ഒറ്റ ആഗ്രഹമുള്ളൂ. എന്താണ് ഒറ്റ കാര്യം ചോദിക്കേണ്ടത്? അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, ഒരു പുതിയ സൃഷ്ടിയാകണം, എ റാഡിക്കൽ ചേഞ്ച്. ദൈവം ഈശോ അരുളി ചെയ്തു, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകും, നിങ്ങൾ പട്ടണം വിട്ട് പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. ഇന്ന് നമ്മളിൽ പലർക്കും ശക്തിയില്ല, ആത്മീയ ശക്തിയില്ല, നന്മ ചെയ്യുന്നതിന് ശക്തിയില്ല, തിന്മയെ തിരസ്കരിക്കുന്നതിന് ശക്തിയില്ല. തിന്മ നമ്മളിൽ അധികാരം പുലർത്തുന്നു. എന്തുകൊണ്ട്? നമ്മൾ തിന്മയുടെ ആധിപത്യത്തിന് കീഴിലാണോ അതോ നന്മയുടെ ആധിപത്യത്തിന് കീഴിലാണോ? ആരുടെ ആധിപത്യത്തിന് കീഴിലാണ്? കണ്ടോ, പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവരാജ്യത്തിൻ്റെ, യേശുവിൻ്റെ കൃപയുടെ, പരിശുദ്ധാത്മാവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. ഇനി നന്മയിൽ നമ്മളിൽ തിന്മയുടെ ആധിപത്യം ഉണ്ടാകാൻ പാടില്ല. തിന്മയ്ക്ക് നമ്മളിൽ ഒരു സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. തിന്മയെ പൂർണ്ണമായിട്ട് തിരസ്കരിച്ചുകൊണ്ട്, തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായി വിജയിച്ചുകൊണ്ട്, ഒരു പുതിയ ജീവിതം നയിച്ചുകൊണ്ട്, പുതിയ ജ്ഞാനം നൽകിക്കൊണ്ട് നമ്മൾ ഭാര്യ, ഭർത്താവ്, മക്കൾ സ്നേഹിക്കുന്ന ഒരു സമൂഹമായി മാറുന്നു. നമുക്ക് ഓർക്കാം, വിവാഹ കൂദാശ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ബൈബിളിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. ആ പ്രതിജ്ഞ ഒന്ന് ഓർക്കുക. മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും കഷ്ടതയിലും ബുദ്ധിമുട്ടിലും എല്ലാം ഞാൻ എൻ്റെ ഭാര്യയെ പൂർണ്ണമായി പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചോളാമെന്ന്. ആ സ്നേഹം ഇപ്പോൾ പുതുക്കുക. ആ സ്നേഹം വീണ്ടും നമ്മൾക്ക് ഇന്നു മുതൽ നമ്മളിൽ ഉണ്ടാകണം. ആ സ്നേഹം ദൈവം നമുക്ക് നൽകുന്ന സ്നേഹമാണ്. ആ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലൂടെ ഇന്ന് ഒഴുകണം. അങ്ങനെ ഇന്നു മുതൽ നമ്മൾ ബൈബിളിൽ കൈവച്ച് പ്രതിഷ്ഠ ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ വിവാഹ ഉടമ്പടിയിൽ എപ്രകാരം വാഗ്ദാനം ചെയ്തോ ആ വാഗ്ദാനം നമ്മൾ ഹൃദയത്തിൽ പുതുക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ ആ വാഗ്ദാനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ തയ്യാറാകണം.